എല്ലാം എടുത്തില്ലേ നന്ദു? രാവിലെ തന്നെ എയർപോർട്ടിലേക്ക് പോകാനായി ഫ്ലാറ്റ് പൂട്ടി പുറത്തേക്ക് ഇറങ്ങിയതും ആനന്ദ നന്ദുവിനോട് ചോദിച്ചു. ആ, എല്ലാം എടുത്തു നന്ദേട്ടാ. അവൾ ഉറങ്ങിക്കിടന്ന കുഞ്ഞിപ്പെണ്ണെ തോളിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതിനൊന്ന് മോളിക്കണ്ട ആനന്ദ് ലഗേജും എടുത്ത് ലിഫ്റ്റിനടുത്തേക്ക് നടന്നു. ലിഫ്റ്റിൽ നിന്നും ഇറങ്ങി മുന്നോട്ട് നടന്നപ്പോഴേക്കും അവരെയും കാത്ത് ടാക്സിക്കാർ കിടക്കുന്നുണ്ടായിരുന്നു. എന്താടോ, തൻ്റെ ടെൻഷൻ ഇതുവരെ മാറിയില്ലേ? ടാക്സിയിൽ കയറി സീറ്റിലിരുന്ന് എന്തോ കാര്യമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന നന്ദുവിനെ നോക്കിക്കൊണ്ട് ആനന്ദ് ചെറു ചിരിയോടെ ചോദിച്ചു. ഏയ്, അങ്ങനെയൊന്നുമില്ല നന്ദേട്ടാ. പിന്നെ എല്ലാവരെയും ആദ്യമായി കാണുകയല്ലേ, അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. അവൾ പതിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. എന്തിനാടോ ടെൻഷൻ ആവുന്നത്? അവിടെയുള്ള ആരെങ്കിലും നിന്നെയോ നമ്മുടെ കുഞ്ഞിനെയോ എന്തെങ്കിലും പറഞ്ഞാൽ ആ നിമിഷം നമ്മൾ അവിടെ നിന്നും ഇറങ്ങും. എനിക്ക് നീയും നമ്മുടെ മോളും കഴിഞ്ഞ് മറ്റെന്തുമുള്ളെന്ന് എനിക്കറിയില്ലെന്നതോ? അവൻ ചെറിയ ഗൗരവത്തോടെ ചോദിച്ചതും അവൾ അവൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. അതൊക്കെ എനിക്കറിയാം. പിന്നെ എല്ലാവരെയും ആദ്യമായി കാണുന്നതിൻ്റെയും അവർ എങ്ങനെ എന്നോട് ബിഹേവ് ചെയ്യും എന്നതിൻ്റെയും ചെറിയൊരു ടെൻഷൻ, അത്രേ ഉള്ളൂ. ഇപ്പോൾ അതും മാറി. അവളൊരു പുഞ്ചിരിയോടെ പറഞ്ഞതും അവനൊരു കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ച ശേഷം മറു കൈ കൊണ്ട് അവളെ മടിയിൽ കിടന്നുറങ്ങുകയായിരുന്ന കുഞ്ഞിപ്പിൻ്റെ നെറുകയിൽ നിന്ന് തലോടി. പതിയെ ആ കാർ എയർപോർട്ടിൽ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരുന്നു. കുളി കഴിഞ്ഞ് വാഷ്റൂമിൽ നിന്നും ഇറങ്ങിയ ആവണിയുടെ മുഖത്ത് പതിവിലും സന്തോഷം നിറഞ്ഞു നിന്നിരുന്നു. അവൾ അതേ സന്തോഷത്തോടെ തന്നെ മിറിന് മുന്നിൽ വന്നിരുന്നു. തലയിൽ നിന്ന് ടവൽ അഴിച്ചെടുത്ത് മുടി ഒന്നാകെ ഒന്ന് തുവർത്തിയ ശേഷം അവൾ കണ്ണാടിയിലൂടെ കാണുന്ന തൻ്റെ പ്രതിബിംബത്തിലേക്ക് ഒന്ന് നോക്കി നിന്നു. താൻ ഇന്ന് ഒത്തിരി സുന്ദരിയായതുപോലെ അവൾക്ക് തോന്നി. അവളൊരു പുഞ്ചിരിയോടെ അതിലേക്ക് തന്നെ നോക്കിയിരുന്നു. ആവണി! പെട്ടെന്ന് ആകാശിന്റെ ഭാര്യ ശ്രുതി അവളെയും അന്വേഷിച്ച മുറിയിലേക്ക് കയറി വന്നു. എന്തേട്ടതീ? അവളെ കണ്ടതും ആവണിയുടെ മുഖം ഒന്ന് വാടി. എങ്കിലും അത് പുറമേ കാണിക്കാതെ അവൾ മുഖത്തൊരു ചിരി വരുത്തിക്കൊണ്ട് ചോദിച്ചു. അത് ആവണി, താഴെ ആകാശേട്ടൻ വന്നിട്ടുണ്ട്. ശ്രുതി അകത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞതും ആവണിയുടെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി. അവൾ ചെറുകിലും ചാടി എഴുന്നേറ്റു. എന്തിനാ അയാളിപ്പോൾ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഇനിയും ഓരോ ചതി ചെയ്ത് എൻ്റെ അനന്തവേട്ടനിൽ നിന്നും എന്നെ പിരിക്കാൻ വേണ്ടിയിട്ടാണോ? അവൾ വർദ്ധിച്ച ദേഷ്യത്തോടെ ശ്രുതിയെ നോക്കിക്കൊണ്ട് അലറിയതും അവൾ ആവണിയുടെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തിൽ പതറി ഒരടി പിന്നിലേക്ക് വെച്ചു. മോളെ ആവണി, നീ എന്തൊക്കെയാ പറയുന്നത്? ആകാശ് നിന്റെ ഏട്ടനാണ്, അത് നീ മറന്നു പോകരുത്. ആദ്യത്തെ പതർച്ച മാറിയതും അവൾ ആവണിയെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു. കാരണം അവൾ ആകാശിനെ കുറ്റപ്പെടുത്തിയത് ശ്രുതിക്ക് ഇഷ്ടമായില്ല. എത്രയൊക്കെ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും മറ്റൊരാൾ തൻ്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നത് ഒരു ഭാര്യയ്ക്കും സഹിക്കാൻ കഴിയില്ലല്ലോ. ഓ, സ്വന്തം ഭർത്താവിനെ പറഞ്ഞപ്പോൾ ഏട്ടത്തേക്ക് പിടിച്ചില്ല അല്ലേ? അവളൊരു പുച്ഛത്തോടെ ചോദിച്ചതും ശ്രുതി തല താഴ്ത്തി നിന്നു. ഇല്ല ഏട്ടത്തി, അയാൾ എന്നോട് ചെയ്ത് ഒന്നും ഈ ജന്മം ഞാൻ മറക്കില്ല. അയാൾ ഒറ്റ ഒരാൾ കാണുവാണ് ഞാനും എൻ്റെ അനന്തവേട്ടനെയും തമ്മിൽ പിരിയേണ്ടി വന്നത്. അനന്തവേട്ടൻ നാടും വീടും ഉപേക്ഷിച്ച് ഈ 3 വർഷം മാറി താമസിക്കേണ്ടി വന്നതും അയാൾ ഒറ്റ ഒരാൾ കാണുവാണ്. ആവണി ദേഷ്യത്തോടെ അലറിയതും ശ്രുതി ഒരു നിമിഷം നിശബ്ദയായി. എനിക്കറിയാം, അയാൾക്ക് ഇപ്പോഴും എൻ്റെ അനന്തവേട്ടനോട് ദേഷ്യമാണെന്ന്. ആ ദേഷ്യവും കൊണ്ട് ഇന്ന് എൻ്റെ അനന്തവേട്ടൻ വരുമ്പോൾ അയാൾ എന്തെങ്കിലും കൊള്ളരുതായ്മ ആയിട്ട് ഏട്ടൻ്റെ മുന്നിലേക്ക് ചെന്നാൽ വെറുതെ വിടില്ല ഞാൻ അയാളെ. ഏട്ടത്തെ അയാളോട് പറഞ്ഞേക്കണം. വർദ്ധിച്ച പകയുടെ അവൾ ശ്രുതിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. മോളെ! ഇടർച്ചയോടുള്ള ഒരു ശബ്ദം കേട്ടതും ആവണിയും ശ്രുതിയും തിരിഞ്ഞു നോക്കി. മുന്നിൽ ദയനീയമായി തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ചെറുപ്പക്കാരനെ കണ്ടതും ആവണിയുടെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി. അവൾ ദേഷ്യത്തോടെ മുഖം വെട്ടിച്ചുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി വാതിൽ വലിച്ചടച്ചു. മുഖത്തടിയേറ്റതുപോലെ അവൻ മുഖം തിരിച്ചതും ശ്രുതി വേഗം അവൻ്റെ അരികിലേക്ക് നടന്നു. ആകാശേട്ടാ, ഇതിന് ഞാൻ അർഹനാണ് ശ്രുതി. അവൾ എന്നോട് ഇങ്ങനെയല്ലേ പ്രതികരിച്ചുള്ളൂ. ഞാൻ ചെയ്ത തെറ്റിന് ഇത്രയെന്ന് ഞാൻ അനുഭവിച്ചാൽ പോരാ. അവളെ നോക്കി അവനൊരു നെടുവീർപ്പോടെ പറഞ്ഞതും അവൻ്റെ അവസ്ഥയിൽ അവൾക്ക് സഹതാപം തോന്നി. അവൾ അവനെ ആശ്വസിപ്പിക്കുന്നത് പോലെ അവനെ തോളിൽ തട്ടിയതും അവനൊരു വാടി പുഞ്ചിരി നൽകിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. അവൻ പുറത്തേക്ക് ഇറങ്ങിയതിന് പുറമെ അടഞ്ഞ വാതിലേക്കൊന്ന് നോക്കിയ ശേഷം അവളും അവൻ്റെ പിന്നാലെ പുറത്തേക്ക് നടന്നു. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ നന്ദുവിൻ്റെ കൈ അനന്തുവിൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. അവളുടെ ടെൻഷൻ മനസ്സിലായതും അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. പേടിക്കാതെ നന്ദു, ഞാനില്ലേ കൂടെ? അവൻ അവളെ നോക്കി കണ്ണ് ചിമ്മിക്കൊണ്ട് പറഞ്ഞതും അവളെ ചുണ്ടിൽ ഒരു നനത്ത പുഞ്ചിരി തെളിഞ്ഞു. എനിക്ക് പേടിയൊന്നുമില്ല നന്ദേട്ടാ, ചെറിയൊരു ടെൻഷൻ, അത്രയുള്ളൂ. അവൾ അവനെ നോക്കി പറഞ്ഞുകൊണ്ട് ഫ്ലൈറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഏകദേശം അരമണിക്കൂറിനുള്ളിൽ എയർപോർട്ടിനകത്തേക്ക് ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങി. കുഞ്ഞിപ്പെണ്ണും വിടർന്ന കണ്ണുകളോടെ ചുറ്റിനുമുള്ള കാഴ്ചകൾ നോക്കിക്കൊണ്ട് നന്ദുവിൻ്റെ കയ്യിലിരുന്നു. നമ്മൾ എങ്ങനെയാ പോകുന്നതേട്ടാ? പുറത്തേക്ക് നടക്കുന്നിടയിൽ നന്ദു കുഞ്ഞിനെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. അനന്തുവേട്ടാ!
അവൻ എന്തോ മറുപടി പറയാൻ തുടങ്ങിയതും അല്പം അകലെ നിന്നുകൊണ്ട് ആര് വിളിക്കുന്ന കേട്ട് അവർ ഇരുവരും അങ്ങോട്ട് നോക്കി. അരവിന്ദ്. ആനന്ദിന്റെ ചുണ്ടുകൾ മന്ത്രിക്കുമ്പോൾ ആദ്യമായി കാണുന്ന തന്റെ പ്രിയപ്പെട്ടവന്റെ അനുജനെ ആകാംക്ഷയോടെ നോക്കുകയായിരുന്നു നന്ദു ആ നിമിഷം. ഏട്ടാ. പുറത്തേക്കിറങ്ങിയതും തന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുന്ന തന്റെ കുഞ്ഞനുജനെ ആനന്ദ് വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചു. ഐ മിസ് യു ഏട്ടാ. അവന്റെ ചുണ്ടുകൾ മന്ത്രിക്കുമ്പോൾ ആനന്ദിന്റെ മുഖത്ത് ഒരു നനത്ത പുഞ്ചിരി തെളിഞ്ഞു. മിസ് യു ടു. പതിയെ പറഞ്ഞുകൊണ്ട് ആനന്ദ് അവന്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. ഏട്ടാ. പെട്ടെന്ന് മറ്റൊരു ശബ്ദം കേട്ടതും അവന്റെ കണ്ണുകൾ അങ്ങോട്ടേക്ക് നീണ്ടു. അരുൺ. അവൻ പതിയെ പറഞ്ഞതും അരുൺ അവർ ഇരുവരെയും കൂടെ ചേർത്ത് പിടിച്ചു. സുഖമാണ് ഏട്ടാ. എത്ര നാളായി കണ്ടിട്ട്. അരുൺ അവന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചതും അവൻ അതേ എന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു കൊടുത്തു. നിങ്ങൾക്ക് സുഖമാണോ? പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നുണ്ടേട്ടാ. ഇരുവരും മറുപടി പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചു. എന്നാൽ അരവിന്ദും അരുണും കൂടെ ആനന്ദിനെ ചുറ്റിപ്പിടിച്ചതൊന്നും ഇഷ്ടപ്പെടാത്ത ഒരാളുണ്ടായി. തൻ്റെ അച്ഛനെ ഏതോ 2 പേർ വന്ന് കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതൊന്നും കുഞ്ഞിപ്പെണ്ണിന് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. അവൾ ദേഷ്യത്തോടെ തൻ്റെ കുഞ്ഞിക്കൈ കൊണ്ട് ആനന്ദിൻ്റെ പുറത്ത് ആഞ്ഞടിച്ചു. ആ. അവൻ ചെറുവേദനയോടെ പുറം തിരുമ്മിക്കൊണ്ട് തിരിഞ്ഞു നോക്കിയതും തന്നെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നവളെ കണ്ട് അവൻ നാവ് കടിച്ചു. അച്ചോടാ. അച്ചയുടെ പൊന്നിന് ദേഷ്യം വന്നോടെ ചക്കരേ. അവൻ നന്ദുവിൻ്റെ കയ്യിലും കുഞ്ഞു പെണ്ണെ കയ്യിലേക്ക് വാങ്ങിക്കൊണ്ട് ചോദിച്ചു. അച്ചയുടെ പൊന്ന് പിണങ്ങണ്ട കേട്ടോ. അച്ഛൻ്റെ പൊന്ന് കഴിഞ്ഞിട്ടേ വേറെ ആരുള്ളൂ. അവൻ കുഞ്ഞിൻ്റെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചുകൊണ്ട് പറഞ്ഞതും കുഞ്ഞു പെണ്ണ് കൂടെ ചിരിക്കാൻ തുടങ്ങി. അത് കണ്ടതും അവൻ കുഞ്ഞിൻ്റെ ഇരു കവിളിലും അമർത്തി ഉമ്മ വെച്ചു. നന്ദു ഒരു ചിരിയോടെ അവരുടെ കളിച്ചിരികൾ നോക്കി നിന്നു. അപ്പോഴാണ് തങ്ങളെ സംശയത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന അരവിന്ദിനെയും അരുണിനെയും ആനന്ദ് കാണുന്നത്. അവനൊരു പുഞ്ചിരിയോടെ അവരെ നേരെ തിരിഞ്ഞു. ആ അരവിന്ദ്, അരുൺ, ഇത് നന്ദിനി ആനന്ദ് എൻ്റെ ഭാര്യയാണ്. പിന്നിത് ഞങ്ങളുടെ കുഞ്ഞ് ആനന്ദിക ആനന്ദ്. ആനന്ദിൻ്റെ വാക്കുകൾ ഒരു ഞെട്ടലോടെയാണ് അരവിന്ദും അരുണും കേട്ടത്. അവർ വിശ്വസിക്കാനാകാതെ അവർ ഇരുവരെയും മാറി മാറി നോക്കി. ഏട്ടാ, എന്തേ പറയുന്നത്? ഏട്ടൻ്റെ വിവാഹം കഴിഞ്ഞുവെന്നോ? എപ്പോ? അരുൺ അരവിന്ദിനെ ഒന്ന് നോക്കിക്കൊണ്ട് ആനന്ദിനോടായി അത് ചോദിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ തൻ്റെ തെറ്റുകൾ പുറത്ത് തന്നെ എന്തെങ്കിലും മനസ്സിലാക്കുമെന്ന് കരുതി അവനെയും കാത്തിരിക്കുന്ന ആവണിയുടെ മുഖമായിരുന്നു. അതെ അരുൺ, എൻ്റെ വിവാഹം കഴിഞ്ഞു. ഏകദേശം ഇപ്പോൾ 3 വർഷമാകാറായി. ഞാൻ നാട്ടിൽ നിന്നും പോയി ആ സമയത്ത് തന്നെയായിരുന്നു നന്ദുവിനെ കണ്ടതും ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതും. അവൻ പറഞ്ഞതും അരുൺ ഒരു നിമിഷം ചിരിക്കണോ കരയണോ എന്നറിയാതെ പകച്ചു നിന്നുപോയി. അരവിന്ദിന്റെ മനസ്സിലും ആവണിയുടെ മുഖം തെളിഞ്ഞു വന്നുവെങ്കിലും എല്ലാവരുടെയും കുറ്റപ്പെടുത്തലും പരിഹാസ വാക്കുകളും കേട്ട് വിവാഹ മണ്ഡപത്തിൽ നിന്നും നിറ കണ്ണുകളോടെ ഇറങ്ങിപ്പോയ തൻ്റെ ഏട്ടൻ്റെ മുഖം മനസ്സിലേക്ക് വന്നതും ആ നിമിഷം അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു. അവൻ വേഗം ആനന്ദിന്റെ പിന്നിലായി നിന്ന നന്ദുവിൻ്റെ അരികിലേക്ക് ചെന്നു. ഹായ് ഏട്ടത്തി, ഞാൻ അരവിന്ദ്. ആനന്ദ് വേട്ടൻ്റെ അനിയനാണ്. ഏട്ടൻ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അരവിന്ദ് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞതും അവൾ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടി. സത്യത്തിൽ ഇത് വല്ലാത്തൊരു ട്വിസ്റ്റായിപ്പോയി ഏട്ടാ. അരുൺ ആനന്ദിനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ. ചെറിയച്ഛന് ചാക്കരക്കുട്ടി വന്നേ, ചെറിയച്ഛൻ ചോദിക്കട്ടെ. അരവിന്ദ് ആനന്ദിന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിപ്പിന്റെ നേരെ കൈകൾ നീട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ വേഗം മുഖം വെട്ടിച്ചുകൊണ്ട് അവന്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് കിടന്നു. അവൾ അങ്ങനെ ആരുമായിട്ട് പെട്ടെന്ന് അടുക്കിലടാ. അടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ അടുത്തുനിന്ന് മാറുകയില്ല. ആനന്ദ് പറഞ്ഞതും അരവിന്ദും അരുണും പതിയൊന്ന് പുഞ്ചിരിച്ചു. വാ, ബാക്കി ഇനി പോകുന്ന വഴിക്ക് സംസാരിക്കാം. അതും പറഞ്ഞുകൊണ്ട് ആനന്ദ് കുഞ്ഞിപ്പെണ്ണെ നന്ദുവിൻ്റെ കയ്യിലേക്ക് കൊടുത്ത ശേഷം ലഗേജും പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. അവൻ്റെ പിന്നാലെ തന്നെ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നന്ദുവും നടന്നു. ഹോ, ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ എന്താകും എന്തോ ആലോചിക്കാൻ പോലും വയ്യ. അവരുടെ പോക്ക് കണ്ട ഒരു നെടുവീർപ്പോടെ അരുൺ പറഞ്ഞതും അരവിന്ദ് അവനെ ഇന്ന് കൂർപ്പിച്ച് നോക്കി. വീട്ടിലെന്ത് സംഭവിക്കാൻ? അത് അരവിന്ദ്, ആവണി. അവൻ്റെ നോട്ടത്തിൽ പതറിക്കൊണ്ട് അരുൺ പതിയെ പറഞ്ഞു. ആവണി, അവളും അവളുടെ ഏട്ടനെയും കൂടെ ഇനി എന്ത് ചെയ്താലും ഇനി അതൊന്നും എൻ്റെ ഏട്ടനെയും കുടുംബത്തെയും ബാധിക്കാൻ പാടില്ല. ഒരിക്കലെല്ലാം തകർന്നവനെ പോലെ നിന്ന എൻ്റെ ഏട്ടനെ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് അരുൺ. ഇനി ഒരിക്കൽ കൂടി അങ്ങനെ സംഭവിക്കാൻ ഈ അരവിന്ദ് ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല. ദൃഢനിശ്ചയത്തോടെ പറഞ്ഞുകൊണ്ട് ആനന്ദ് പോയ വഴി മുന്നോട്ട് നടക്കുന്നവനെ അത്ഭുതത്തോടെ അരുൺ നോക്കി നിന്നു. ഇതേ സമയം ലക്ഷ്മിപുരത്ത് എല്ലാവരും ഉമ്മർത്ത് തന്നെ ആനന്ദിൻ്റെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു. കഴിഞ്ഞില്ലേ ആവണി? മുറിയിലേക്ക് കയറി വന്ന ശ്രുതി കണ്ണാടിയിലേക്ക് നോക്കിക്കൊണ്ട് മുടിയിൽ മുല്ലപ്പൂ ചൂടുന്ന ആവണിയോടായി ചോദിച്ചതും അവളൊന്ന് തിരിഞ്ഞു നോക്കി. കഴിഞ്ഞു ഏട്ടത്തി, ഇത് കൂടെയുള്ളൂ. വിടർത്തിയിട്ട മുടിയിൽ പൂവ് നല്ല ഭംഗിയായി സെറ്റ് ചെയ്തുകൊണ്ട് ആവണി പറഞ്ഞു. അരുൺ വിളിച്ചിരുന്നു, അവർ എത്താറായിന്ന്. ശ്രുതി പറഞ്ഞതും ആവണി സന്തോഷത്തോടെ എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് വന്നു. നേരാണോ ഏട്ടത്തി?
അവൾ അതീവ സന്തോഷത്തോടെ ചോദിച്ചതും ശ്രുതിയുടെ മുഖത്ത് അവളോട് സഹതാപം നിറഞ്ഞു. മോളെ, നീ ഒരുപാട് എക്സൈറ്റഡ് ആവരുത്. നമുക്കിപ്പോഴും അനന്തുവിൻ്റെ സ്റ്റാൻഡ് അറിയില്ല. അവൻ നിന്നോട് എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് അവൻ വന്നതിന് ശേഷം മാത്രമേ അറിയാൻ കഴിയൂ. ചിലപ്പോൾ അവൻ പഴയതൊന്നും മറന്നിട്ടില്ലെങ്കിൽ നിന്നോടുള്ള പെരുമാറ്റം വളരെ മോശമായിരിക്കും. ചിലപ്പോൾ നിനക്കത് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല മോളെ. അവളുടെ ആവേശം കണ്ടതും ശ്രുതി ചെറിയൊരു ഉപദേശം പോലെ പറഞ്ഞു. ഒന്നുമില്ല ഏട്ടത്തി, അനന്തുവേട്ടന് എന്നെ മനസ്സിലാകും. ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റിന് അനന്തുവേട്ടൻ എന്നോട് ക്ഷമിക്കാതെ ഇരിക്കില്ല. ആത്മവിശ്വാസത്തോടെയുള്ള അവളുടെ വാക്കുകൾക്ക് മുന്നിൽ പിന്നെ ശ്രുതിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. അവളൊരു നിമിഷം ശ്രുതിയെ തന്നെ നോക്കിയതിന് ശേഷം ഒരു നെടുവീർപ്പോടെ പുറത്തേക്ക് നടന്നു. ആ നിമിഷം അവളുടെ മനസ്സിൽ ഇനിയും ഒന്നിൻ്റെ പേരിലും ആവണി വേദനിക്കരുതേ എന്ന ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശോ, അവരെ കാണുന്നില്ലല്ലോ മാധവേട്ടാ. ഏട്ടൻ ഒന്നോടെ ഒന്ന് വിളിച്ചു നോക്കിയേ. ഉമ്മറപ്പടിയിലിരുന്ന് പുറത്തേക്കുള്ള വഴിയിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന ലക്ഷ്മി തൻ്റെ അരികിൽ നിന്നും കുറച്ച് മാറി കൃഷ്ണനോട് എന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മാധവനോടായി പറഞ്ഞതും അയാൾ മുഖമുയർത്തി അവരെ ഇന്ന് നോക്കി. ആനന്ദിനെയും കൂട്ടിക്കൊണ്ട് എയർപോർട്ടിൽ നിന്നും പുറപ്പെട്ടുവെന്ന് അരുൺ വിളിച്ചു പറഞ്ഞ ഉടനെ ലക്ഷ്മി ഉമ്മറപ്പടിയിൽ അവരെയും കാത്തിരിക്കാൻ തുടങ്ങിയതാണ്. അവരോടൊപ്പം തന്നെ മുത്തശ്ശനും മുത്തശ്ശിയുണ്ട്. അവരും വഴിയിലേക്ക് തന്നെ കണ്ണുകൾ നട്ടിരിക്കുകയാണ്. ഓ എൻ്റെ ലച്ചു, നിന്ന് സമാധാനപ്പെട്. ഇതിപ്പോ എത്രാമത്തെ വട്ടമാണ് നീ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ലക്ഷ്മിയുടെ ചോദ്യം കേട്ടതും മാധവൻ അവരെ നോക്കി അല്പം ശാസനയോടെ പറഞ്ഞു. അത് കണ്ടതും അവർ മുഖം കുനിച്ചിരുന്നു. എൻ്റെ മാധവേട്ടാ, ലച്ചുവിന് ഇനി അനന്തോട്ടിനെ കണ്ടല്ലാതെ സമാധാനം കിട്ടില്ല. അവനെ കാണുന്നത് വരെ അവൾ എന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിനേട്ടൻ അവളിങ്ങനെ വഴക്ക് പറയുന്നത് എന്തിനാ? കയ്യിലൊരു ട്രേയുമായി പുറത്തേക്ക് വന്ന ജയകൃഷ്ണന്റെ ഭാര്യ ശാലിനി അത് പറഞ്ഞതും ലച്ചു മുഖമുയർത്തി അവരെ ഇന്ന് നോക്കി. അതെങ്ങനെയാ ശാലു? 3 വർഷങ്ങൾക്ക് ശേഷമല്ലേ അനന്തുവിനെ ലച്ചു ഒന്ന് കാണാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ടെൻഷൻ അവളുടെ മുഖത്തുണ്ടാകുന്നത് സ്വാഭാവികമല്ലേ? മാധവന്റെ അടുത്തിരുന്ന കൃഷ്ണൻ അവൾക്കുള്ള മറുപടി കൊടുത്തതും ശാലു എന്തോ പറയാനായി അയാളെ ഇന്ന് നോക്കി. ആ നിമിഷം തന്നെയാണ് ഗേറ്റ് കടന്നൊരു വാഹനം അകത്തേക്ക് കയറി വന്നത്. ദേ അവർ എത്തി. ശാലിനി വിളിച്ചു പറഞ്ഞതും എല്ലാവരും സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങി നിന്നു. കാറിന്റെ ശബ്ദം കേട്ടതും അകത്തുനിന്ന് മാവണിയും ശ്രുതിയും ഗായത്രിയും കൂടെ പുറത്തേക്ക് ഇറങ്ങി വന്നു. ആവണിയുടെ കണ്ണുകൾ ആകാംക്ഷയോടെ കാറിലേക്ക് നീണ്ടു. വർദ്ധിച്ച ഹൃദയമിടിപ്പിനെ നിയന്ത്രിക്കാൻ അവൾ നന്നെ പാടുപെട്ടു. ഡോർ തുറന്ന ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ആദ്യം ഇറങ്ങിയത് അരവിന്ദായിരുന്നു. അവന് പിന്നാലെ കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും അരുണും ഇറങ്ങിയതും എല്ലാവരുടെയും നോട്ടം കാറിന്റെ പിൻ സീറ്റിലേക്ക് നീണ്ടു. ബാക്ക് ഡോർ തുറന്ന ആനന്ദ് പുറത്തേക്ക് ഇറങ്ങിയതും മുറ്റത്തുനിന്ന എല്ലാവരുടെയും മുഖം ഒരുപോലെ വിടർന്നു. പച്ച ചെക്ക് ഷർട്ടും ബ്ലാക്ക് ജീൻസുമായിരുന്നു അവൻ്റെ വേഷം. കണ്ണിലൊരു സ്പെക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും അവനെ ഒരു നിമിഷം നോക്കി നിന്നു. ലക്ഷ്മി അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മോനെ. അവർ ഓടി വന്ന് അവനെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ചുകൊണ്ട് കരയാൻ തുടങ്ങി. അവരും ചേർത്ത് പിടിച്ചിരുന്ന അവൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി. എത്ര നാളായി ഈ അമ്മേൻ്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട്? അവർ നിറ കണ്ണുകളോടെ പറഞ്ഞതും അവൻ അവിടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുടച്ചുകൊണ്ടൊന്നും പുഞ്ചിരിച്ചു. അപ്പോഴേക്കും മറ്റുള്ളവരും അവൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് അവൻ്റെ വിശേഷങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അവനെ ചേർത്ത് പിടിച്ച് അവൻ്റെ നെറുകിയിലൊന്നും മുത്തി. അപ്പോഴാണ് എല്ലാവരുടെയും പിന്നിലായി നിൽക്കുന്ന ജയദേവനെയും ഗായത്രിയെയും അവൻ കാണുന്നത്. അവനൊരു ചിരിയോടെ അവിടെ അരികിലേക്ക് നടന്നു. സുഖമാണോ അമ്മാവ? ഗായത്രി ഒന്ന് നോക്കി പുഞ്ചിരിച്ച ശേഷം ദേവന്റെ കൈകൾ കവർന്നുകൊണ്ട് അവൻ ചോദിച്ചതും അയാൾ അവനെ നോക്കി ഒരു പാടി പുഞ്ചിരി നൽകി. നിനക്ക് നിനക്ക് ഞങ്ങളോട് ദേഷ്യമൊന്നുമില്ലേ അനന്തു? ദേവൻ ചോദിച്ചതും അവൻ വെറുതെ ഒന്ന് ചിരിച്ചു. എല്ലാം കഴിഞ്ഞില്ലേ അമ്മാവ, ഇനി അതൊക്കെ ആലോചിക്കുന്നത് എന്തിനാ? അയാൾ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ മുഖമുയർത്തി നോക്കിയതും തൂണിൻ്റെ മറവിരുന്നുകൊണ്ട് അതീവ സന്തോഷത്തോടെ അവനെ തന്നെ നോക്കി നിൽക്കുന്ന ആവണി കണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചു. അവൻ്റെ ആ പുഞ്ചിരിയിൽ അവൾക്ക് ലോകം കീഴടക്കിയ സന്തോഷം തോന്നി. അതോടൊപ്പം ദേവന്റെയും ഗായത്രിയുടെയും മുഖത്ത് ചെറിയൊരു ആശ്വാസവും തെളിഞ്ഞു കണ്ടു. ആ നിമിഷം ആവണിയുടെ മനസ്സിൽ താൻ ചെയ്ത തെറ്റുകളെല്ലാം പുറത്ത് അവൻ തന്നെ മനസ്സിലാക്കുമെന്ന ചിന്തയായിരുന്നു. അവൾ അടുത്ത് നിന്ന് ശ്രുതിയെ നോക്കിയെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അതീവ സന്തോഷത്തോടെ അവൻ്റെ അരികിലേക്ക് നടന്നു. പെട്ടെന്നാണ് ആനന്ദ് തിരിഞ്ഞ് കാറിൻ്റെ അരികിലേക്ക് നടന്നത്. അമ്മേ, അമ്മയ്ക്ക് ഞാൻ 2 സർപ്രൈസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞില്ലേ, കാണണ്ടേ അത്? കാറിൻ്റെ ബാക്ക് ഡോറിന് അരികിൽ ചെന്ന് നിന്നുകൊണ്ട് ആനന്ദ് ചോദിച്ചതും ലക്ഷ്മി ചെറു പുഞ്ചിരിയോടെ വേണമെന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു. അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഡോർ തുറന്ന മുന്നിലേക്ക് കൈ നീട്ടി കാണിച്ചു. ഒരു നിമിഷം എല്ലാവരും ആകാംക്ഷയോടെ അത് നോക്കി നിന്നു. ഇറങ്ങു നന്ദു. ഉറങ്ങുന്ന കുഞ്ഞിപ്പെണ്ണിനെയും മടിയിൽ വെച്ചുകൊണ്ട് ടെൻഷനോടെ ഇരിക്കുന്ന നന്ദുവിനോടായി അവൻ പറഞ്ഞതും അവളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവൻ്റെ നീട്ടിപ്പിടിച്ച കൈയിലേക്ക് തൻ്റെ കൈകൾ വെച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. കയ്യിലൊരു കുഞ്ഞുമായി ആനന്ദിനോട് ചേർന്ന് നിൽക്കുന്ന പെൺകുട്ടി അവിടെ നിന്നിരുന്നവരെല്ലാം ഒട്ടൊരു സംശയത്തോടെ നോക്കി നിന്നു. ആവണിയുടെ കണ്ണുകളിൽ ഭയം തെളിയാൻ തുടങ്ങി.
അരുതാത്തതെന്തോ കേൾക്കാൻ പോവുകയാണെന്ന് അവളുടെ മനസ്സ് പറയാൻ തുടങ്ങി. അവൾ വല്ലാത്തൊരു ഭീതിയോടെ അവർ ഇരുവരെയും മാറി മാറി നോക്കി നിന്നു. അവളുടെ അവസ്ഥ മനസ്സിലാക്കിയതുപോലെ ശ്രുതി അവളുടെ അരികിലേക്ക് വന്ന് അവളെ ചേർത്ത് പിടിച്ചു നിന്നു. ആനന്ദു, ഇവർ ആരാ മോനെ? ഉള്ളിൽ ഉയർന്നു വന്ന സംശയത്തെ അടക്കി നിർത്തിക്കൊണ്ട് മുത്തശ്ശൻ അവനോടായി ചോദിച്ചു. മുത്തശ്ശ, ഇത് ചേ. അവൻ മുത്തശ്ശനോടായി എന്തോ പറയാൻ തുടങ്ങിയതും പെട്ടെന്ന് കുഞ്ഞിപ്പെണ്ണിന്റെ ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. ഉറക്കം പറഞ്ഞ ക്ഷീണത്തിൽ തന്നെ നോക്കി കൊഞ്ചലോടെ വിളിക്കുന്ന തന്റെ കുഞ്ഞിനെ അവൻ വാത്സല്യത്തോടെ നന്ദുവിന്റെ കയ്യിൽ നിന്നും വാങ്ങി. അച്ചയുടെ പുനിന്റെ ഉറക്കം കഴിഞ്ഞോടാ? കുഞ്ഞിപ്പെണ്ണ ആനന്ദിന്റെ കയ്യിലേക്ക് ചാടിയ ഉടനെ അവൻ കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ച ശേഷം അവൾ നിറകിലെന്ന് മുത്തിക്കൊണ്ട് ചോദിച്ചതും അവൾ കൊടുകൂടെ ചിരിച്ചുകൊണ്ട് അവന്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് കിടന്നു. അവൻ്റെ ഒരു നേരത്തെ പുഞ്ചിരിയുടെ നന്ദുവിനെ കൂടെ തന്നോട് ചേർത്ത് പിടിച്ചതും അവളും ഒരു പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് ചേർന്ന് നിന്നു. അവരുടെ ആ പ്രവൃത്തിയിൽ ഒരു നിമിഷം മരവിന്ദും അരുണും ഒഴികെ മറ്റുള്ളവരെല്ലാം സ്തംഭിച്ച് നിന്നുപോയി. മോനെ അനന്തു, ഇത് ലക്ഷ്മി പകപ്പോടെ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചതും അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നന്ദുവിനെയും കുഞ്ഞിപ്പെണ്ണെയും ഒന്നോട് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഇതാണ് അമ്മയ്ക്ക് ഞാൻ കരുതിയിരുന്ന സർപ്രൈസ്. നന്ദിനി എൻ്റെ ഭാര്യയാണ്. പിന്നീട് ഞങ്ങളെ കുഞ്ഞിപ്പെണ്ണ് ആനന്ദിക. അവനൊരു ചിരിയോടെ പറഞ്ഞതും എല്ലാവരും പകപ്പോടെ അവരെ നോക്കി നിന്നു. മോനെ, നീ എന്താ പറഞ്ഞത്? ഭാര്യയോ? ലക്ഷ്മി വിശ്വസിക്കാനാകാതെ വീണ്ടും ചോദിച്ചതും അവനൊരു പുഞ്ചിരിയോടെ തലയാട്ടി. ഇവളെൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടിപ്പോൾ 3 വർഷമായമ്മേ. ഞങ്ങൾ കുഞ്ഞിപ്പെണ്ണ് വന്നിട്ട് 1.5 വർഷവും. അവൻ നിറഞ്ഞ പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞതും അവിടെ നിന്നവർക്കെല്ലാം ഒരു നിമിഷം എന്തു പറയണമെന്നറിയാതെ തറഞ്ഞു നിന്നുപോയി. അവരുടെ കണ്ണുകൾ ഒരുപോലെ ആവണിയുടെ നേർക്ക് നീണ്ടു. കേട്ടത് വിശ്വസിക്കാനാകാതെ ശില പോലെ നിൽക്കുന്നവളുടെ ഭാവം കണ്ടതും അവരുടെ എല്ലാം മനസ്സിൽ ചെറിയൊരു വിങ്ങലുണ്ടായി. എങ്കിലും 3 വർഷങ്ങൾക്ക് മുൻപ് അവൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് അവൾക്ക് ഇങ്ങനൊരു അവസ്ഥയുണ്ടായതെന്ന് ഓർക്കെ അവർ എല്ലാവരും നിശബ്ദരായി നിന്നു. ആവണിയുടെ അവസ്ഥ കണ്ട് ഗായത്രി എന്തോ ചോദിക്കാനായി ആനന്ദിന് നേരെ വന്നതും ദേവൻ അവരുടെ കയ്യിൽ പിടിച്ച് തടഞ്ഞുകൊണ്ട് അറുതെന്ന് കണ്ണു കാണിച്ചു. ദേവേട്ടാ, നമ്മുടെ മോള്. അവർ ദയനീയമായി പറഞ്ഞുവെങ്കിലും അയാളുടെ രൂക്ഷമായ നോട്ടത്തിൽ അവർ ഒന്നും മിണ്ടാതെ തല കൊനിച്ചു. ശേഷം ശീല പോലെ നിന്ന ആവണിയുടെ തോളിൽ പിടിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. ആശമ്മയുടെ പൊന്നുവാടാ. ഗായത്രിയും ശ്രുതിയും കൂടെ ആവണിയും കുട്ടി അകത്തേക്ക് പോയതും ലക്ഷ്മി ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ആനന്ദിന്റെ കയ്യിൽ നിന്നും കുഞ്ഞിപ്പെണ്ണിനെ തൻ്റെ കയ്യിലേക്ക് വാങ്ങി. പോകാൻ മടിച്ചിരുന്ന കുഞ്ഞിനെ ആനന്ദ് തൻ്റെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. ആദ്യമായി തൻ്റെ പേരക്കുഞ്ഞിനെ കയ്യിലേക്ക് വാങ്ങിയതും ലക്ഷ്മിയുടെ കണ്ണുകൾ ഈറനായി. അവളൊരു നിർവൃത്തിയോടെ കുഞ്ഞിപ്പെണ്ണിനെ തൻ്റെ നെഞ്ചോരം ചേർത്ത് പിടിച്ചു. എല്ലാവരും ആ കാഴ്ച സന്തോഷത്തോടെ നോക്കി നിന്നു. വാ മക്കളെ. ലക്ഷ്മി അവരെയും കൂട്ടിക്കൊണ്ട് മുന്നോട്ട് നടന്നു. നിൽക്ക്. പെട്ടെന്ന് മുത്തച്ഛിയുടെ ശബ്ദം അവിടെ ഉയർന്നു കിടത്തും എല്ലാവരും ഒരു നിമിഷം ഞെട്ടലോടെ അവരെ നോക്കി നിന്നു.